അപ്പോൾ ഇന്ന് റീസൈക്ലിംഗ് സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണ് ഇന്ന്. ഞാൻ നിങ്ങളോട് 3 സോറി പറയുകയാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം സോറി പറയാം. വേറൊന്നുമല്ല, ഞാൻ 2 ദിവസം എന്താ വീഡിയോ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഒന്നാമത് മടിയുമാണ്. പിന്നെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ഞാൻ തപ്പിക്കൊണ്ട് വന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടും കൂടെ എനിക്ക് മടിയായിരുന്നു. പിന്നെ ചെറുതായിട്ടും കൂടെ ഒന്ന് ബിസിയായിപ്പോയി, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ സോറി വന്നിട്ട്, ഞാൻ ഈ പേപ്പർ കപ്പ് കൊണ്ട് രണ്ടാമത്തെ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വേറെ വെറൈറ്റി ഒക്കെ പിടിക്കാമെന്ന് പറഞ്ഞ് നോക്കിയതാണ്. പിന്നെ ഈ രാത്രി ഞാൻ എന്ത് സാധനം എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ കപ്പ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ മൂന്നാമത്തെ സോറി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഞാനൊരു ലാമ്പ് കണ്ടു. അപ്പം ഞാൻ ആദ്യത്തെ സീരീസിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ലാമ്പായിരുന്നു. എന്തായാലും ഇപ്പം മാത്രം നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ സാധനം കണ്ടാൽ മതി. എന്തായാലും ഇനി അടുത്തടുത്തായിട്ട് ഞാൻ അടിപൊളി വീഡിയോസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീസൈക്ലിങ്ങിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ അല്ല, ഷോർട്സ് ആണ്. എന്തായാലും നമുക്ക് ഒരു കപ്പ് എടുക്കണം. കപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് എന്താ പറയുക പുല്ല് വരച്ചെടുക്കുക. പിന്നെ കുറച്ച് റോസാപ്പൂ അല്ല എന്തോ ഒരു കളർ പൂവൊക്കെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ജനാലയാണ് വരച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ഹാർട്ട് വരക്കാമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരച്ച സമയത്ത് അത് അടിപൊളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഫെയർ ലൈറ്റ് അല്ലേ എടുക്കുന്നത്. ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് എപ്പോഴും ഫെയർ ലൈറ്റ് എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ക്യാൻഡിൽ എടുക്കാമെന്ന്. പിന്നെ ഞാൻ ആ ക്യാൻഡിൽ കത്തിക്കാനായിട്ട് ഒരു യുദ്ധം വരെ ചെയ്യേണ്ടി വന്നു. എൻ്റെ കൈ വരെ പൊള്ളിച്ചിട്ടും ആ ക്യാൻഡിൽ കത്തിയില്ല. അറ്റ്ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കൈ മാറ്റിയത് എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? കൈ പൊള്ളിയിട്ട് തന്നെയാണ്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടായാൽ കൂടെ അതത്ര വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ഫെയർ ലൈറ്റ് ഞാൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.